പ്രിയപ്പെട്ട കുട്ടികളെ, കലകൾ കാവ്യങ്ങൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന സമാഹാരത്തിലെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. കൊല്ലം ജില്ലയിലെ ചവറയിൽ 1931 കവി ജനിച്ചത്. അധ്യാപകൻ, കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം വകുപ്പിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള കലാമണ്ഡലം ചെയർമാനായിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഗാനരചനയ്ക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ, 1998 പത്മശ്രീയും 2011 പത്മവിഭൂഷൺ ബഹുമതിയും ലഭിച്ച ഇദ്ദേഹം 2016 അന്തരിച്ചു. അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, അഗ്നിശലഭങ്ങൾ, മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, ശാർംഗക പക്ഷികൾ, മൃഗയ, ഉജ്ജയിനി, ഭൈരവൻ്റെ തുടി, വളപ്പൊട്ടുകൾ, വെറുതെ, തോന്യാക്ഷരങ്ങൾ എന്നീ കവിതാസമാഹാരങ്ങളും കവിതയിലെ സമാന്തര രേഖകൾ, എഴുത്തച്ഛൻ എന്നീ പ്രബന്ധങ്ങളും ONVയുടെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ എന്ന ഗാനസമാഹാരവുമാണ് പ്രധാന കൃതികൾ. ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം താഴെ ഒരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മ തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം. ഒരു വെൺലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ താത നീ ഇവരോടു പൊറുക്കേണമേ, താത നീ ഇവരോടു പൊറുക്കേണമേ എന്നു പാതി കൂമ്പിയ കൺകളിപ്പോഴും പ്രാർത്ഥിക്കുന്നു. തന്നിൽ നിന്നടർന്നൊരു മുത്തിനെ ആരോ കുത്തി നെഞ്ചകം പിളർന്നൊരു മുത്തിനെ വീണ്ടും തൻ്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മയിരിപ്പൂ. കരയുവാൻ കണ്ണുനീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങുമുൾത്താപം പോലെ ഉറ്റുനോക്കി ഞാൻ നിൽക്കെ പിന്നെയും പിയത്തയെ ഉജ്ജ്വല മുഹൂർത്തങ്ങളെന്നുള്ളിലുദിക്കുന്നു. ദൃക്സാക്ഷിയാകുന്നു ഞാൻ അരിമത്യായിൽ നിന്നുമെത്തും ഔസേപ്പിനൊപ്പം, ഗലീലി സ്ത്രീകൾക്കൊപ്പം. അറിവേൻ, അടുത്തു നിന്നറിവേൻ, ഭൂമിക്കൊപ്പമഴലിൻ ചുമടുമായിരിക്കുമൊരമ്മയെ. മൃതിയാശ്ലേഷിച്ചാലും പിന്നെയും മാതാവിൻ്റെ മടിയിൽ ഉയിർ തേടിയണയും തൃപ്പുത്രനെ. നന്ദിയോതുന്നു ഞാനെൻ ഗൈഡിനും വത്തിക്കാനും. പിന്നെയോ പ്രിയപ്പെട്ട മൈക്കലാഞ്ചലോ, നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. നിൻ കരം മുത്തുന്നു ഞാൻ, നിൻ കൈകൾ ചലിപ്പതു കാൺമു ഞാൻ. അതിൻ സർഗമംഗലഗാനം കേട്ടു നിൽപ്പൂ ഞാൻ.
നിർനിദ്രമാം നിന്റെ രാവുകൾ വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ. പിന്നെ നീയൊത്തു പാനം ചെയ്തു തെല്ലിടമയങ്ങുന്നു ഞാൻ. നിന്റെ സ്വപ്നത്തിൽ ഉത്ഫുല്ലമാം സൗന്ദര്യത്തെ കണ്ടു പൈതലെപ്പോലെ പുഞ്ചിരിപ്പൂ ഞാൻ. വീണ്ടുമുണർന്ന് ആ കുളിർവെണ്ണക്കല്ലിനുമീതേ നിന്റെ ചുറ്റിക ഒരു കരിവണ്ടുപോൽ ചുറ്റിപ്പറന്ന് ഉളിതൻ നിറുകയിൽ ചുംബിക്കും ഹർഷോന്മാദസീൽക്കാരം കേൾക്കുന്നു ഞാൻ. ഇന്നലെ വെറും ജഡശിലയായിരുന്നത് നിന്നു നീ കരുണ തൻ ഭാവഗാനത്തെ തൊട്ടു തൊട്ടുണർത്തവേ നിന്നോടൊത്തുണർന്നു ഞാൻ, നിന്നോടൊത്തുറങ്ങി ഞാൻ, നിന്നോടൊത്തനശ്വരനായി ഞാൻ. നന്ദി മൈക്കലാഞ്ചലോ നിന്റെ സംഗീതം, നിന്റെ കണ്ണീരുമുറഞ്ഞുയിരാർന്നൊരീ പിയത്തയെ എന്നുള്ളിലെടുത്തതിഭദ്രമായിരുത്തി ഞാൻ പിന്തിരിയുമ്പോൾ കേട്ടേൻ ഇടിവെട്ടുമ്പോലൊരു ചുറ്റികമുട്ടും ശബ്ദം. തകർന്നു തകർന്നു വെൺപൊട്ടുകൾ പൊടികളായി ആദയാർദ്രതയുടെ വെളുത്ത കൈത്താമര കൺപോള നിഷാദ നീ നിറുത്തു. കണ്ണില്ലെനിക്കില്ല കൈ ഞാനില്ലാതായി വൃദ്ധനായി അസ്വസ്ഥനായി ഒന്നുറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടിപ്പോകും. ഈ ശതാബ്ദത്തിൻ ഭ്രാന്തജൽപ്പനം കേട്ടേൻ. പിന്നെ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റികയടുത്തൊരു പയ്യന്റെ ചുണ്ടിൽ നിന്നും അവനു ചുറ്റും ബിംബഭഞ്ജക പരിവേഷമണിയിക്കുവാനേതോ ക്യാമറ കൺചിമ്മുന്നു. മാപ്പു നൽകുക എൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പ് മാപ്പ്. ഇവ ചെയ്യുന്നതെന്തെന്നിവരറിവീല. മാപ്പു നൽകുക എൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പ് മാപ്പ്. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിവീല. ലോകത്തിലെ മഹോന്നത കലാസൃഷ്ടികളിലൊന്നാണ് മൈക്കലാഞ്ചലോയുടെ ലാ പിയത്ത. ഈ ശില്പത്തിൻ്റെ നേർക്ക് 1972 മെയ് 21 മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ലാസ്ലോ ടോത്ത് എന്ന 33കാരനായ ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് നടത്തിയ ആക്രമണത്തെപ്പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. ഒരു ചെറിയ ചലനവും ഒരു നോട്ടവും ഒരു കണ്ണീർത്തുള്ളിയും സ്നേഹ സങ്കട സന്ദേഹങ്ങളും എല്ലാം ഒരു സർഗരചനയ്ക്ക് പ്രേരകമാകാം എന്ന സാമാന്യ സാഹിത്യ തത്വത്തോടൊപ്പം ചേർത്തു വയ്ക്കാവുന്നതാണ് ഈ കവിതയുടെ രചന. ഒരു പത്രവാർത്ത, അതും ഒരു ശില്പം തകർക്കപ്പെട്ട സംഭവം, അതിൽ നിന്ന് മനോഹരമായ ഒരു കവിത രൂപം കൊള്ളുന്നു. പിയത്ത നേരിൽ കണ്ട അനുഭവമാണ് വായനക്കാർക്ക് ഈ കവിത പകരുന്നത്. ക്രിസ്തുവിൻ്റെ മരണം അമ്മയിലുണ്ടാക്കിയ ദുഃഖം ഈ കവിതാപാരായണത്തിലൂടെ നാം അനുഭവിക്കുന്നു. അതും കടന്ന് വണ്ടിനെ പോലെ മൂളിപ്പറന്ന് ഒരു മാർബിൾ ശിലയിൽ നിന്ന് പിയത്തയ്ക്ക് ജന്മം നൽകുന്നു. മൈക്കലും അദ്ദേഹത്തിൻ്റെ ഉളിയും അദ്ദേഹം തൻ്റെ സർഗസൃഷ്ടിക്കായി പിന്നിട്ട രാപകലുകളും ഒഴുക്കിയ വിയർപ്പുതുള്ളികളും എല്ലാം നാം കാണുന്നു. ആ വിസ്മയ കാഴ്ചയിൽ അദ്ഭുതാതിരേകത്തോടെ കവി ശില്പിയോട് നന്ദി പറയുന്നു. എന്നാൽ ഇക്കാലത്തിൻ്റെ ഭ്രാന്തമായ പ്രതികരണത്തിൻ്റെ പ്രതീകം പോലെ കടന്നു വരുന്ന ചെറുപ്പക്കാരനും അവൻ്റെ ചെയ്തിയും ആ ശില്പഭംഗിയെ തച്ചുടയ്ക്കുന്നു.
ശില്പിയുടെ ചുറ്റിക കല്ലിനു ജീവൻ നൽകിയപ്പോൾ പുതുകാലത്തിൻ്റെ ചുറ്റികയുടെ ഭ്രാന്തിന് കവിക്ക് മാപ്പു പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴി പോലെ കവിയും കേഴുന്നു. മാപ്പു നൽകുക എൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പ് മാപ്പ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിവില്ല. ഒരേ സമയം സംഗീതാത്മകതയും അർത്ഥത്തിൻ്റെ ഭംഗിയും സമ്മേളിക്കുന്ന ഈ മനോഹര കവിത ആനന്ദവും അറിവും പകരുന്ന കാവ്യമാണ്. കുരിശിൽ നിന്ന് താഴേക്കെടുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മൃതദേഹത്തിൽ വിലപിക്കുന്ന കന്യാമറിയത്തിൻ്റെ കലാരൂപത്തിലുള്ള ചിത്രീകരണത്തിന് ഇറ്റാലിയൻ ഭാഷയിൽ നൽകപ്പെട്ടിട്ടുള്ള പേരാണ് പിയത്ത എന്നത്. ഈ രംഗത്തിനു സാക്ഷ്യം വഹിച്ച വിശുദ്ധ സ്ത്രീകളുടെ സംഘത്തിൻ്റെ ചിത്രത്തിന്, അതുപോലെ തന്നെ പ്രതിമാശില്പത്തിനും ഈ പേര് പറയാറുണ്ട്. ഈ വാക്കിന് ഇറ്റാലിയനിലെ അർത്ഥം അനുതാപം, കരുണ എന്നൊക്കെയാണ്. ക്രിസ്തുവിൻ്റെ ചേതനയേറ്റ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി. കുരിശിൻ്റെ ചുവട്ടിൽ ദുഃഖം ഘനീഭവിച്ച ശില പോലെ യേശുവിൻ്റെ അമ്മ കന്യാമറിയം നിൽപ്പുണ്ട്. മകൻ്റെ ശരീരം ആ അമ്മ വാത്സല്യത്തോടെ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി. വെളുത്ത ലില്ലിപ്പൂവിൽ ചുവന്ന രേഖകൾ കാണും പോലെ തിരുരക്തം വാർന്ന പാടുകൾ യേശുവിൻ്റെ ശരീരത്തിലാകെ ഉണ്ടായിരുന്നു. പിതാവേ, ഇവരോട് പൊറുക്കേണമേ എന്ന് പാതിയടഞ്ഞ ആ കണ്ണുകൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ കവിക്ക് തോന്നി. തന്നിൽ നിന്ന് അടർത്തിയെടുത്ത മുത്തിൻ്റെ നെഞ്ചകം പിളർന്ന ശേഷം വീണ്ടും തൻ്റെ മടിത്തട്ടിൽ സ്വീകരിക്കുന്ന ചിപ്പിയുടെ വേദനയോടെ കന്യാമറിയം ഇരുന്നു. കരയുവാൻ കണ്ണീരില്ലാതെ, മിണ്ടാൻ വാക്കുകളില്ലാതെ ആ അമ്മയുടെ ഉള്ളിലെ വേദന ആലിക്കത്തുകയോ ഉരുകുകയോ ചെയ്യാതെ വിങ്ങുകയാണ്. പിയത്തയെ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ഈ ഉജ്ജ്വല മുഹൂർത്തങ്ങളൊക്കെ കവിയുടെ മനസ്സിലും ഉദിച്ചുയരുന്നു. അരിമത്യായിൽ നിന്നെത്തിയ ജോസഫിനൊപ്പം, ഗലീലിയിൽ നിന്നെത്തിയ സ്ത്രീകൾക്കൊപ്പം ആ നിമിഷങ്ങൾക്ക് ദൃക്സാക്ഷിയായ അനുഭവമാണ് കവി പങ്കുവെക്കുന്നത്. ദുഃഖത്തിൻ്റെ ചുമടുമായിരിക്കുന്ന ആ അമ്മയെ അടുത്തുനിന്ന് കവി കാണുന്നു. മരണം ആശ്ലേഷിച്ചാലും പിന്നെയും അമ്മയുടെ മടിയിൽ ഉയിർ തേടി അണയുന്ന മകനെയും കവി കാണുന്നു. പിയത്തയെക്കുറിച്ച് വിവരിച്ചു തന്ന ഗൈഡിനും അതിൻ്റെ ശില്പി മൈക്കലാഞ്ചലോയ്ക്കും കവി നന്ദി പറയുന്നു. ശില്പം നിർമ്മിക്കാൻ വേണ്ടി ശില്പി എടുത്തിട്ടുള്ള യത്നം കവി ഓർക്കുന്നു. മൈക്കലാഞ്ചലോയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ജീവൻ തുടിക്കുന്ന 1000 പുഷ്പങ്ങൾ അർപ്പിച്ച് ആ കലാകാരൻ്റെ കൈ മനസ്സുകൊണ്ട് കവി ചുംബിക്കുന്നു. ശില്പനിർമ്മിതിയുടെ നാളുകളെക്കുറിച്ചാണ് പിന്നീട് കവി ഓർക്കുന്നത്. ശില്പനിർമ്മാണത്തിനായി മൈക്കലാഞ്ചലോ ചെലവഴിച്ച ഉറക്കമില്ലാത്ത രാത്രികളും വിയർപ്പിൽ കുളിച്ച പകലുകളും എല്ലാം കവി തൻ്റെ തന്നെ അനുഭവമായി അറിയുന്നു. ആ കലാകാരനോടൊത്ത് പാനം ചെയ്ത് അല്പം മയങ്ങുന്നു കവി. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വിടർന്ന സൗന്ദര്യത്തെ കണ്ട് ഒരു കുഞ്ഞിനെപ്പോലെ പുഞ്ചിരി തൂകുന്നു. ആ കുളിർ വെണ്ണക്കല്ലിനു മീതെ കലാകാരൻ്റെ ചുറ്റിക ഒരു കരിവണ്ടിനെ പോലെ ചുറ്റിപ്പറന്ന് ഉളിയുടെ നെറുകയിൽ ചുംബിക്കുന്നതിൻ്റെ സീൽക്കാരം കവി കേൾക്കുന്നു. ഇന്നലെ വരെ ജഡമായിരുന്ന ശിലയിൽ നിന്ന് നീ കരുണയുടെ ഭാവഗാനത്തെ തൊട്ടുണർത്തുമ്പോൾ ഞാൻ നിന്നോടൊത്ത് ഉണരുകയും നിന്നോടൊത്ത് ഉറങ്ങുകയും നിന്നോടൊത്ത് അനശ്വരനാവുകയും ചെയ്തു എന്ന് കവി ശില്പിയോട് പറയുന്നു. ഒരിക്കൽ കൂടി കവി മൈക്കലാഞ്ചലോയ്ക്ക് നന്ദി പറഞ്ഞു. കലാകാരൻ്റെ സംഗീതവും കണ്ണീരും ഉറഞ്ഞ് ഉയിരെടുത്ത പിയത്തയെ കവി ഹൃദയത്തിൽ ഭദ്രമായി പ്രതിഷ്ഠിച്ചു. ശില്പഭഞ്ജനത്തെക്കുറിച്ചാണ് പിന്നീട് കവി ഓർക്കുന്നത്. ഇടിവെട്ടുന്നത് പോലെ ചുറ്റിക മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. പിയത്ത തകർന്ന് വെണ്ണക്കല്ല് പൊടികളായി അടർന്നു വീഴുന്നതും ദയാർദ്രതയുടെ വെളുത്ത കൈത്താമരയും കൺപോളകളും എല്ലാം തകർന്നു വീഴുന്നതും കണ്ട് കാട്ടാള നീ നിർത്തുക എന്ന് കവി അലറുന്നു. അസ്വസ്ഥനായി ഉറങ്ങാൻ പോലും മയക്കുമരുന്നുകൾ തേടിപ്പോകുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ഭ്രാന്ത ജൽപ്പനം കവി കേൾക്കുന്നു. അവനെ മഹത്വവത്കരിക്കാൻ ചുറ്റും ക്യാമറകൾ കൺചിമ്മി. തന്നെ ക്രൂശിച്ചവർക്ക് മാപ്പ് നൽകുക എന്ന് പിതാവായ ദൈവത്തോട് ക്രിസ്തു അഭ്യർത്ഥിച്ചതുപോലെ പ്രിയ മൈക്കലാഞ്ചലോ അവർക്ക് മാപ്പ് നൽകുക, അവർ ചെയ്യുന്നത് എന്ത് എന്നവരറിയുന്നില്ല എന്ന് കവിയും കേണുകൊണ്ട് കവിത അവസാനിക്കുന്നു.